വലയിൽ കുടുങ്ങിയ അപൂർവ ഇനം കടലാമയെ കെട്ടിവലിച്ചു കൊണ്ടുപോകാൻ മത്സ്യത്തൊഴിലാളികളുടെ ശ്രമം. തടയാനെത്തിയ എസ്ഐയോട് തട്ടിക്കയറിയവരെ ബോധവൽക്കരിക്കാൻ പോലീസിന്റെ നീക്കം. ഒടുവിൽ കടലാമകളെ പിടികൂടിയാൽ ഉണ്ടാകുന്ന നിയമ നടപടികളെക്കുറിച്ച് അറിഞ്ഞ് മനമാറ്റവും ഉണ്ടായി. മത്സ്യത്തൊഴിലാളികളും ലൈഫ് ഗാർഡുകളും ചേർന്ന് കടലാമയെ തിരികെ കടലിലേക്ക് വിട്ടു. തിരുവനന്തപുരം അടിമലത്തുറയിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ കടലാമയെ പിടികൂടാൻ പോകുമ്പോൾ ഇവർക്ക് അതിന്റെ നിയമവശങ്ങളോ അതിന്റെ രീതികളോ ഒന്നും അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാവും അത് സംഭവിച്ചിട്ടുണ്ടാകും. എന്തായാലും ബോധവൽക്കരണത്തിലൂടെ അത് അവരുടെ മനം മാറി എന്നുള്ളത് നമുക്കും ഏറെ ആശ്വാസകരമായ കാര്യമാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പറയാൻ ഗോകുൽനാഥ് ചേരുന്നുണ്ട്. ഗോകുൽ, ഈ കടലാമയെ ഇവർ പിടികൂടാൻ ശ്രമിക്കുന്നു, ഒടുവിൽ അധികൃതർ എത്തുന്നു, അതിനുശേഷം ഇവർക്കൊരു മനംമാറ്റം ഉണ്ടായതാണല്ലേ? ജയലക്ഷ്മി, ഈ ഒലിവ് ടർട്ടിലുകളെ കുറിച്ച്, അതായത് ഒലിവ് ആമകളെ പറ്റി നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുള്ളത്. 1972 വന നിയമപ്രകാരം ഇതിനെ പിടികൂടുന്നതും അതേപോലെ തന്നെ അതിനെ ഉപദ്രവിക്കുന്നതും ഒക്കെ വലിയ കുറ്റകരവുമാണ്. പക്ഷേ ഈ ഇന്ത്യയിൽ പല ഇടങ്ങളിൽ ഇത് മുട്ടയിടാറൊക്കെ ഉണ്ട്. നമ്മൾ തന്നെ മുൻപ് പലപ്പോഴായി വാർത്ത ചെയ്തിട്ടുള്ളതാണ്. ഈ തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ ശംഖുമുഖത്തും അതേപോലെ പല പ്രദേശങ്ങളിലൊക്കെ വരുന്ന കടലാമകളെ സംരക്ഷിച്ചു പോരുന്ന മത്സ്യത്തൊഴിലാളികളുണ്ട്. അതേ സമയത്ത് തന്നെയാണ് ഇതിനെ പിടികൂടുന്ന ആളുകളും. ഇതിനെ പിടികൂടുന്നത് എന്താ പറയുക, നിയമപരമായിട്ടുള്ള വശങ്ങളെപ്പറ്റി ധാരണയില്ലാത്തതുകൊണ്ടായിരിക്കാം പലരും കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ അങ്ങ് എടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടെ ഉണ്ട്. പലതും ഇത് മെഡിസിനൽ പർപ്പസ് അല്ലെങ്കിൽ മരുന്നിനായിട്ടൊക്കെ കൊണ്ടുപോകുന്നതായിട്ടൊക്കെ ഒരു അറിവുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് മരുന്നിന് ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ പരമ്പരാഗത വൈദ്യത്തിനൊക്കെ ഇതിൻ്റെ ഇറച്ചിയും മാംസവും അതേപോലെ തന്നെ മറ്റ് തോടും ഒക്കെ പ്രയോജനപ്പെടുത്തി വരുന്ന ആളുകളുണ്ട്. പക്ഷേ ഇത് ഷെഡ്യൂൾ ലിസ്റ്റിൽ പെടുന്ന ജീവവർഗമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പിടികൂടുന്നതും അതേപോലെ തന്നെ ഉപദ്രവിക്കുന്നതും ഒക്കെ തെറ്റുമാണ്. പക്ഷേ പലർക്കും ഇത് അറിയില്ല. അങ്ങനെ അറിയാതെ കൊണ്ടുപോയ ആളുകളാണ് നേരെ വന്ന് പെട്ടത് എസ്ഐയുടെ മുൻപിലാണ്. എസ്ഐ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ സമയത്ത് അത് വിഫലമാവുകയും ചെയ്തു. പിന്നീട് 2-3 ഘട്ടത്തിലുള്ള ആ ഒരു എന്താ പറയുക, ഈ മരംമാറ്റം ശ്രമത്തിനിടയ്ക്കാണ് അവർക്കും മനസ്സിലായി ഇതിനി പിടികൂടി കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ. കടലിൽ നിന്ന് വരുന്ന പല കൗതുകരമായ ജീവികളെയും നമ്മൾ അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ് നമ്മളതിനെ നോക്കുകയും കാണുകയും എടുത്തുകൊണ്ട് പോകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നതല്ലേ ഗൂഗിൾ? അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇവർക്കൊരു ബോധവൽക്കരണം കിട്ടിയത് നന്നായി. ജയലക്ഷ്മി, തീർച്ചയായും. ഇത് മാത്രമൊന്നുമല്ല, വീണ്ടും വേറെയും മൃഗങ്ങളുണ്ട്. അതിൽ ഡോൾഫിൻ അടക്കമുള്ള ജീവവർഗ്ഗങ്ങളുണ്ട്. ഇതിനെയൊക്കെ പിടിക്കുന്നത് പലർക്കും അറിയത്തില്ല. ഇത് ഈ കടൽ നിയമം എന്ന് പറഞ്ഞൊരു നിയമമില്ല, വന നിയമത്തിൽ തന്നെ പെടുന്ന ഷെഡ്യൂൾഡ് ലിസ്റ്റിൽ പെടുന്നതാണ്. വൾണറബിൾ ലിസ്റ്റിലൊക്കെ വരുന്നതാണ്, കൺസർവേഷൻ ലിസ്റ്റിൽ. അപ്പോൾ ഇതിനെയൊക്കെ കൊണ്ടുപോകുന്നതും പിടിക്കുന്നതും ഇതിൻ്റെ ട്രേഡ് നടത്തുന്നതും ഒക്കെ വലിയ കുറ്റകരമായ ശിക്ഷകൾ നേരിടാൻ സാധ്യതകളുള്ള നിയമത്തിൽ തന്നെ പെടുന്ന മൃഗങ്ങളാണ്. അപ്പോൾ ഇതിനെയൊക്കെ പിടിക്കുന്നതും അതേപോലെ തന്നെ കൈവശം വയ്ക്കുന്നതും ഒക്കെ വലിയ കുറ്റകരമായ നിയമമായി തന്നെ ഇന്ത്യയിൽ നിലനിൽക്കുകയാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ കടലാമ, പ്രത്യേകിച്ച് ഇത് കടലിൽ വലിയ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ, വൾണറബിൾ ലിസ്റ്റിൽ പെടുന്നത് കൂടെയാണ്. അപ്പം അതിനെ കൊണ്ടുപോകുമ്പോൾ ആ പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആ ആവാസ വ്യവസ്ഥ. ഗോകുൽ, എന്തായാലും കടലാമയെ പിടികൂടാനുള്ള ശ്രമം വിഫലമാവുകയായിരുന്നു. അവർക്ക് വേണ്ട ബോധവൽക്കരണം കിട്ടിയപ്പോൾ അവർ അതിനെ തിരിച്ചയക്കുകയും ചെയ്തു.